പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 300 നാഷണൽ ഗാർഡ് സൈനികരെ ചിക്കാഗോയിലേക്ക് അയക്കാൻ അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫെഡറൽ കുടിയേറ്റ ഏജന്റുമാരും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായതിനെ തുടർന്നാണിത്. 2025 ഒക്ടോബർ 4 ശനിയാഴ്ച നടന്ന ഈ സംഭവത്തിൽ ഒരു സ്ത്രീക്ക് വെടിയേറ്റിരുന്നു. ട്രംപ് ഭരണകൂടവും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരങ്ങളും തമ്മിലുള്ള കുടിയേറ്റ നിയമ നിർവഹണ തർക്കം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ചിക്കാഗോയിലെ ബ്രൈറ്റൺ പാർക്ക് പരിസരത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. US ബോർഡർ പെട്രോൾ ഏജന്റുമാർ പതിവ് പെട്രോളിംഗ് നടത്തുന്നതിനിടെ വാഹനങ്ങൾ ഇടിക്കുകയും 10 കാറുകൾ ഉപയോഗിച്ച് വളയുകയും ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്നതനുസരിച്ച് പ്രതിഷേധക്കാർ വളഞ്ഞപ്പോൾ ഏജന്റുമാർക്ക് കുടുങ്ങിയ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നിർബന്ധിതരായി എന്നാണ്. ഫെഡറൽ ഏജന്റുമാരുടെ വെടിയേറ്റ സ്ത്രീയെ മാരിമാർ മാർട്ടിനസ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ ഒരു US പൗരയാണ്. ഒരു സെമി ഓട്ടോമാറ്റിക് ആയുധം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. DHS ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏജന്റുമാരുടെ വ്യക്തിവിവരങ്ങൾ ഓൺലൈനിൽ പരസ്യപ്പെടുത്തുകയും ഭീഷണികൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് CBP ഇന്റലിജൻസ് ബുള്ളറ്റിനിൽ മാർട്ടിനൻസിന്റെ പേര് പരാമർശിക്കപ്പെടുന്നു എന്നാണ്. വൈറ്റ് ഹൗസ് വക്താവ് അബിഗേൽ ജാക്സൺ നാഷണൽ ഗാർഡ് വിന്യാസം ട്രംപ് അംഗീകരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട തുടർച്ചയായ അക്രമാസക്തമായ കലാപങ്ങളും നിയമലംഘനങ്ങളുമാണ് ഗാർഡിനെ വിന്യസിക്കാനുള്ള കാരണമായി അവർ പറയുന്നത്. അമേരിക്കൻ നഗരങ്ങളെ അലട്ടുന്ന നിയമലംഘനങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ് കണ്ണടക്കില്ല എന്നും ജാക്സൺ പ്രസ്താവിച്ചു. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം ബ്രൈറ്റൺ പാർക്കിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിയന്ത്രിക്കാൻ കൂടുതൽ പ്രത്യേക ഓപ്പറേഷൻ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതായി അറിയിക്കുകയായിരുന്നു. നമ്മുടെ ധീരരായ നിയമപാലകരെ അമേരിക്കയെ തകർക്കാൻ ശ്രമിക്കുന്ന അക്രമാസക്തരായ അരാജകവാദികൾ ലക്ഷ്യമിടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് നോം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ട്രംപ് ഫെഡറൽ സൈനികരെ അയച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരങ്ങളിൽ ഏറ്റവും പുതിയതാണ് ചിക്കാഗോ. ലോസ് ഏഞ്ചലസ്, വാഷിംഗ്ടൺ DC, മെംഫിസ്, പോർട്ട്ലാൻഡ് എന്നിവിടങ്ങളിലും സൈനികവൽക്കരിച്ച ഫെഡറൽ ഇടപെടൽ നടന്നിട്ടുണ്ട്. ഇല്ലിനോയ്ഡ് ഗവർണർ JB പ്രിറ്റ്സ്കർ ഫെഡറൽ വിന്യസത്തെ ശക്തമായി ആരോപിച്ചു. സംസ്ഥാന നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കുകയോ അല്ലെങ്കിൽ ഫെഡറൽ ഏറ്റെടുക്കലിനെ നേരിടുകയോ ചെയ്യുമെന്ന് ട്രംപ് ഭരണകൂടം തനിക്ക് അന്ത്യശ്വാസം നൽകിയതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഡെമോക്രാറ്റിക് ഗവർണർ ഈ വിന്യാസത്തെ തികച്ചും ഞെട്ടിക്കുന്നതും അമേരിക്കൻ വിരുദ്ധവുമാണെന്നാണ് വിശേഷിപ്പിച്ചത്. നമ്മുടെ അതിർത്തിക്കുള്ളിൽ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി സൈനികരെ അയക്കാൻ ട്രംപ് ഒരു ഗവർണറോട് ആവശ്യപ്പെടുകയാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ നടപടി ഒരു കെട്ടിച്ചമച്ച പ്രകടനം മാത്രമാണ്, പൊതുസുരക്ഷ സംരക്ഷിക്കാനുള്ള ഗൗരവമായ ശ്രമമല്ലെന്നും പ്രിറ്റ്സ്കർ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും സുരക്ഷയെക്കുറിച്ചായിരുന്നില്ല, ഇത് നിയന്ത്രണത്തെക്കുറിച്ചാണ് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഓപ്പറേഷൻ മിഡ്വേ ബ്ലിറ്റ്സ് എന്ന വലിയ പശ്ചാത്തലത്തിലാണ് ഈ വെടിവെപ്പും നാഷണൽ ഗാർഡ് വിന്യാസവും നടക്കുന്നത്. 2025 സെപ്റ്റംബർ 8 DHS ചിക്കാഗോയിൽ ആരംഭിച്ച ഒരു വലിയ തോതിലുള്ള കുടിയേറ്റ നിയമനിർവഹണ സംരംഭമാണിത്. രേഖകളില്ലാത്ത ഒരു കുടിയേറ്റക്കാരനായ മദ്യപൻ ഡ്രൈവർ കൊലപ്പെടുത്തിയ ചിക്കാഗോ സ്വദേശിനി കാറ്റി എബ്രഹാമിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ ഓപ്പറേഷന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ വഴി ഇല്ലിനോയ്സിലുടനീളം 1000-ലധികം അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. സമീപകാലത്തെ നിയമനിർവഹണ നടപടികളിൽ നാടകീയമായ സൈനിക ശൈലിയിലുള്ള റെയ്ഡുകളും നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫെഡറൽ ഏജന്റുമാർ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ നിന്ന് സൗത്ത് ഷോർ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലേക്ക് കയറിയിറങ്ങി 37 പേരെ തടഞ്ഞു വെക്കുകയും US പൗരന്മാരെയും കുട്ടികളെയും മണിക്കൂറുകളോളം താൽക്കാലികമായി തടഞ്ഞു വെക്കുകയും ചെയ്തു. ഈ ഓപ്പറേഷൻ അതിന്റെ ആക്രമണാത്മക തന്ത്രങ്ങൾക്കും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഉണ്ടാക്കുന്ന സ്വാധീനത്തിനും വിമർശനം നേരിടുന്നുണ്ട്. ചിക്കാഗോയുടെ പ്രാന്തപ്രദേശമായ ബ്രോഡ്വേയിലെ ICE പ്രോസസ്സിംഗ് സെന്റർ ഫെഡറൽ കുടിയേറ്റ നിയമ നിർവഹണത്തിനെതിരായ വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ ICE വാഹനങ്ങൾ തടയാൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഫെഡറൽ ഏജന്റുമാർ കുരുമുളക് സ്പ്രേ, റബ്ബർ ബുള്ളറ്റുകൾ, മറ്റ് ജനക്കൂട്ട നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. വെള്ളിയാഴ്ച ബ്രോഡ്വേവിന് പുറത്ത് 100 കണക്കിന് പ്രതിഷേധക്കാരുമായി പോലീസ് ഏറ്റുമുട്ടി. നിരവധി അറസ്റ്റുകൾ നടന്നു. ചിക്കാഗോയിൽ ഫെഡറൽ സാന്നിധ്യം ഗണ്യമായി വർദ്ധിച്ചതോടെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായി. സായുധരായ ഏജന്റുമാർ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഉടനീളം ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട്. പോർട്ട്ലാൻഡിലേതിന് സമാനമായി ഈ വിന്യാസവും നിയമപരമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. പോർട്ട്ലാൻഡിൽ ഒരു ഫെഡറൽ ജഡ്ജി ട്രംപിന്റെ 200 സൈനികരെ അയക്കാനുള്ള പദ്ധതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. പോർട്ട്ലാൻഡിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ വാദങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു എന്ന് ജഡ്ജി വിധിച്ചു. സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാത്ത സൈനിക വിന്യാസം ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്ക് ഭീഷണിയാണെന്നും അവർ പറഞ്ഞു. സിവിലിയൻ, സൈനിക, ഫെഡറൽ അധികാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കാൻ സൈനിക ശക്തികളെ ആഭ്യന്തര കലാപം അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നത് സാധ്യതയുണ്ടെന്നും ഇത് രാജ്യത്തിന് ദോഷകരമായേക്കുമെന്നും ജഡ്ജി ആശങ്ക പ്രകടിപ്പിച്ചു. ചിക്കാഗോയിലെ സാഹചര്യം ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ ഏജന്റുമാർ അവരുടെ വർദ്ധിച്ച സാന്നിധ്യം നിലനിർത്തുന്നുണ്ട്. കുടിയേറ്റ സമൂഹങ്ങളിൽ സ്വച്ഛാധിപരമായ അതിക്രമം എന്ന് അവർ വിശേഷിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധക്കാർ പ്രകടനങ്ങൾ തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുമുണ്ട്. നാഷണൽ ഗാർഡ് സൈനികരുടെ വിന്യാസം പ്രാദേശിക കാര്യങ്ങളിൽ ഫെഡറൽ ഇടപെടലിന്റെ വലിയൊരു വർധനവാണ്. ഇത് ട്രംപ് ഭരണകൂടവും ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തുടർച്ചയായ ഏറ്റുമുട്ടലിന് കളമൊരുക്കുകയാണ്.